സംഘടനയിലെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു സെക്കൻഡിന്റെ ഇപ്പൊ CPM പാർട്ടി അല്ലെങ്കിൽ വന്നിട്ട് കോൺഗ്രസ് പാർട്ടി വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ എന്താണ് ഇത് പ്രത്യേകത? പ്രത്യേകത എന്താണ്? അല്ല അതുകൊണ്ടാണല്ലോ ഇന്നും ആന്റണി ചേട്ടൻ പറഞ്ഞത് ഞാൻ 100% സംഘടനയ്ക്ക് ഒപ്പമാണ്. ഞാൻ 100% നാളെ നിങ്ങൾ എന്നോട് ഇതിന് ഒരു സെക്കൻഡ് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആന്റണി ചേട്ടനെ തന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. 100% അദ്ദേഹം സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, പുള്ളി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടിട്ടിരിക്കുമ്പോൾ ആ പടം റിലീസ് ആവാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞൊരു കാര്യങ്ങൾ പുള്ളിക്ക് ഫീലായി. ആ ഫീല് പുള്ളി ഒരു എന്താ പറയുക ഒരു പബ്ലിക് ഫോറത്തിലൂടെ പുള്ളി അതായത് അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. അത് ശരിയായ നടപടിയാണ് അല്ലേ? ഏതാണ് അത് ശരിയായ നടപടിയാണ്? ഏത് ആന്റണി പെരുമ്പാവൂരിനെതിരെ? തീർച്ചയായിട്ടും. കാരണം സംഘടനയ്ക്കെതിരെ ഇവൻ പറയുമ്പോൾ സംഘടനയുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരാൾ ഒരു കാര്യം പറഞ്ഞൊരു കാര്യത്തെ ഒരു പേഴ്സണൽ ഒരു ഫോറത്തിൽ കൂടെ അല്ലെങ്കിൽ പബ്ലിക് ഫോറത്തിൽ കൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടെ ഇടുമ്പോൾ അത് സംഘടന അതിനെ എതിർക്കണമല്ലോ. കാരണം സംഘടനയുടെ തീരുമാനമല്ലേ സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാറിന്റെ തീരുമാനം ആയിരുന്നെങ്കിൽ സംഘടന ഇത് അയക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. എന്താണ്? അല്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ആൻഡോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമയുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന ഒരു വലിയ പടവും അതിനൊരു ഭയങ്കര ബഡ്ജറ്റുള്ളൊരു പരിപാടി ആയതുകൊണ്ടിട്ട് അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല ഇഷ്യൂസ് നടക്കുന്ന ഓരോ മീറ്റിങ്ങുകൾക്ക് പുള്ളിക്ക് വന്നെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് പുള്ളി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്ന കുറച്ച് നാളത്തേന് ഒരു ലീവ് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയിലെ ബൈലോയിലുണ്ട് അതിൻ്റെ അടുത്ത പേഴ്സൺ ആരാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റുമാരാണ്. ആ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഒന്ന് ജി സുരേഷ് കുമാറും ഒന്ന് സിയാദ് കോക്കറുമാണ്. അപ്പോൾ അവരാണല്ലോ അത് പറയേണ്ടത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഈയിടെ ഇപ്പോൾ ഈ 3 പടം റിലീസായി. പൈങ്കിളി, റൊമാൻസ്, പിന്നെ ഒരു പടം കൂടെ റിലീസായി, ദാവീദ് എന്ന് പറയുന്ന പടം കൂടെ റിലീസായി. ഇതിൻ്റെ തലേ ദിവസവും ഈ സംഘടനയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം PVRും സിനി പോലീസും വന്നിട്ട് അവരുടെ അവിടെ പടം കളിക്കത്തില്ല, മലയാള പടം ഒന്നും കളിക്കത്തില്ല, അവർ ബുക്കിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഹൈദരാബാദ്, ചെന്നൈയിൽ, ബോംബെയിലെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും ബുക്കിംഗ് എടുത്തില്ല. ഈ ഇഷ്യൂസൊക്കെ ഈ സംഘടനയാണ് സോർട്ട് ഔട്ട് ചെയ്തത്. എന്തുകൊണ്ടിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കണ്ടന്റ് വെക്കണം എന്നുള്ള കാര്യങ്ങൾ VPF ചാർജ് ഞങ്ങൾ 3500 രൂപ തരുള്ളൂ എന്ന് പറയുന്നൊരു കാര്യത്തിൽ അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. അവർ വന്നു ഈ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഈ സംഘടനയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്തത്. 3500 രൂപയ്ക്ക് അവർ റെഡിയായി. അപ്പോൾ അങ്ങനെയാണ് ഈ പടങ്ങൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്തു. ഇവർ സ്റ്റോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചർച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷമാണ് അത് സോർട്ട് ഔട്ടായി. അപ്പം ഇങ്ങനെയുള്ള വലിയ അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എത്രയോ ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് രൂപയാണ് സേവ് ചെയ്യുന്നത് അസോസിയേഷൻ വഴി. അപ്പോൾ അസോസിയേഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ അതിനെതിരെ ഫൈറ്റ് ചെയ്താൽ നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അതുകൊണ്ടിട്ടാണ് ഒരു അസോസിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതേ കുറിപ്പ് എഴുതിയ ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത് ഞാൻ സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു എതിർ അഭിപ്രായമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതാണ് മാധ്യമത്തിൽ കൂടെ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യലോ. ഇപ്പൊ അതിന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ. ആന്റണി ചേട്ടനും സുരേഷ് ചേട്ടനും എല്ലാം വരുന്ന മീറ്റിംഗ് ഞങ്ങൾ വെച്ചു. ഉണ്ട്, മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളിപ്പം എനിക്ക് ഇപ്പോൾ ഒരു ബ്രദറുണ്ട്. അവൻ എൻ്റെ നാട്ടിലാണുള്ളത്. അവൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞിട്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. ഇപ്പം ആന്റണി ചേട്ടൻ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് അറിഞ്ഞത്. ഇതാണ് സത്യം. ഈ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നതും നിങ്ങൾ മാധ്യമങ്ങളും ഇത് അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെയല്ലേ.
അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതായിട്ടും വരുന്നത്.